ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായൊരു ക്രൂഷ്യൽ തെരഞ്ഞെടുപ്പിൽ അതും ലക്ഷ്യമിട്ട് CPM കൊണ്ടുവന്ന പ്രൊപ്പഗണ്ട കോൺഗ്രസുകാരൊക്കെ BJPയിലേക്ക് പോകുന്നു എന്നൊരു പ്രചണ്ഡ നരേറ്റീവ് അതാണിപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് 7 നിലയിൽ ചിതറിയത്. അപ്പോൾ EP ജയരാജൻ പ്രകാശ് ജാവദേക്കറെ അങ്ങോട്ട് പോയി കണ്ടതല്ല, ഇങ്ങോട്ട് വന്ന് കണ്ടതാണത്രേ. ജാവദേക്കറെ കണ്ടു എന്ന് EP ജയരാജൻ സമ്മതിച്ചു. പല പ്രാവശ്യം കൂടിക്കാഴ്ചകൾ നടത്തിയെന്നും സമ്മതിച്ചു. അതും വോട്ടെടുപ്പിന്റെ അന്ന് രാവിലെ തന്നെ പരസ്യമായി സമ്മതിച്ചു. വല്ലാത്ത ധൈര്യം തന്നെ പഹയാനക്ക്. ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണേ. 2 ഡീൽ ഉണ്ടായിരുന്നു. 1, തൃശ്ശൂരിൽ BJPയെ ജയിപ്പിക്കണം. 2, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരായ ലാവ്ലിൻ കേസ് ഒഴിവാക്കി തരാമെന്ന്. കൊള്ളാം. കേരളത്തിൽ ഒരു സീറ്റെങ്കിലും ഒപ്പിച്ചു തന്നാൽ ലാവ്ലിനും സ്വർണ്ണക്കടത്തും കരിവന്നൂരും മാസപ്പടിയുമൊക്കെ 6 അടി മണ്ണിൽ അടക്കം ചെയ്തു തരാമെന്നാണ് ജാവദേക്കർ പറഞ്ഞത്. ശരിയല്ലേ? ശരിയാണ്. ഇത്രയൊക്കെ വെളിയിൽ വന്ന സ്ഥിതിക്ക് അതും ശരിയാകാനാണ് സാധ്യത. ചർച്ചയുടെ ഭാഗമായി ലാവ്ലിൻ 39ാം തവണയാണ് മാറ്റിവെക്കുന്നത്. ചർച്ചകളും അന്തർധാരകളും നടക്കുന്നത് കൊണ്ടാണ് ഒരു അഴിമതി കേസിലും പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടാത്തതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായി. അല്ലെങ്കിലും കുറെ കാലമായി ജനങ്ങൾക്ക് ഈ സംശയം ഉണ്ടായിരുന്നു. ഇനി പിണറായിക്കെതിരെയുള്ള ഒരു കേസിലും മാധ്യമങ്ങളോ ജനങ്ങളോ സംസാരിച്ച് സമയം കളയണ്ട. ഒരു കാര്യമില്ല. നമുക്കറിയാത്ത അധികാര രാത്രിവാഴ്ചകളുടെ കള്ളക്കോടികളും നീക്കുപോക്കുകളും വഴങ്ങിക്കൊടുക്കലുകളും കോംപ്രമൈസുകളും പൂത്തുലയുന്ന അധമ രാഷ്ട്രീയത്തിന്റെ കൂത്തരങ്ങാണ് ഇന്ന് കേരള രാഷ്ട്രീയവും പിണറായിയും. എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് അയാൾ കൂടെ പറയുന്നത് അതുകൊണ്ടാണ്. നിസ്സഹായരായി നോക്കി നിൽക്കാനേ നമുക്ക് കഴിയൂ. അയാളുടെ പള്ള നിറയുന്നോടം വരെ കട്ടോണ്ട് പോട്ടെ. നമ്മൾ ആരോട് പറയാനാണ്? എവിടെ പരാതിപ്പെടാനാണ്? എന്ത് ചെയ്യാനാണ്?